ഓം ശാന്തി. ഞാൻ ഒരു ചൈതന്യ ശക്തി ആത്മാവാണ്. ഞാൻ ആത്മാവ് അജർ, അമർ, അവിനാശിയാണ്. എന്റെ അനാദി ആദി സ്വരൂപം പരമപവിത്രമാണ്. ഞാൻ ആത്മാ എന്റെ വീടായ പരമധാമത്തിൽ നിന്നും 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കാൻ ഈ പൃഥ്വിയിൽ അവതരിച്ചിരിക്കുന്നു. ഭിന്ന ഭിന്ന നാമരൂപത്തിൽ ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നു. എന്റെ ആദിയിലെ 21 ജന്മങ്ങൾ സദാ സുഖിയായിരുന്നു. എന്റെ സംസ്കാരം സുഖവും പവിത്രതയും പ്രേമവും കൊണ്ട് സമ്പന്നമായിരുന്നു. പിന്നെ മധ്യകാലത്തിൽ എന്റെ ആദി സംസ്കാരത്തിൽ മായാരാവണന്റെ നിഴൽ വീണപ്പോൾ എനിക്ക് എന്റെ ഒറിജിനൽ തിളക്കം നഷ്ടമായി. വികാരങ്ങളുടെ വശീഭൂതനായി ഞാൻ വികാരി കണക്കുകൾ ഉണ്ടാക്കുന്നു. വികാരങ്ങളുടെ കണക്കുകൾ ഉണ്ടാക്കി വെച്ചു. കലിയുഗത്തിന്റെ അന്ത്യത്തിലെത്തിയപ്പോൾ എന്റെ സംസ്കാരം പൂർണ്ണമായും മലിനമായി. ഇപ്പോൾ പിതാ പരമാത്മാ എന്നെ സത്യഗീതാജ്ഞാനം കേൾപ്പിച്ച് എൻ്റെ പഴയ സംസ്കാരങ്ങളെ ദേവീ സംസ്കാരങ്ങളായി പരിവർത്തനം ചെയ്യുന്നു. എന്നെ പവിത്രത, സുഖ, ശാന്തി, പ്രേമം എന്നീ ദേവി ഗുണങ്ങളുടെ സ്വരൂപമാക്കി ഞാൻ അനുഭവം ചെയ്യുകയാണ്. സാക്ഷാൽ ശിവജ്യോതി പരമാത്മാ എൻ്റെ മുന്നിലാണ്. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും കിരണങ്ങൾ ബാബയിൽ നിന്നും പുറപ്പെട്ട് ഞാൻ ആത്മാവിൽ സമാവേശമാകുന്നു. ഈ കിരണങ്ങൾ എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും സംസ്കാരത്തെയും ശുദ്ധീകരിക്കുന്നു. ഞാൻ ആത്മാ വീണ്ടും
സ്വച്ഛവും പവിത്രവുമാകുന്നു. പരമാത്മദീപത്തിൽ ഞാൻ എൻ്റെ എല്ലാ പഴയ സംസ്കാരത്തെയും അലിയിച്ചു കളയുന്നു. എൻ്റെ ദേവീ സംസ്കാരങ്ങൾ ഇമർജ് ആവുകയാണ്. എൻ്റെ സങ്കല്പവും വചനവും കർമ്മവും സുഖദായിയാകുന്നു. ബാബയുടെ സങ്കല്പം എൻ്റെ സങ്കല്പമാകുന്നു. ബാബയുടെ വചനം എൻ്റേതാകുന്നു. ബാബയുടെ ഗുണങ്ങൾ എൻ്റെ ഗുണങ്ങളാകുന്നു. ബാബയുടെ സംസ്കാരം അതുതന്നെ എൻ്റെ സംസ്കാരമാകുന്നു. ബാബയുടെ കർത്തവ്യം എൻ്റെ കർത്തവ്യമാണ്. ഞാൻ ബാബ് സമാനമായിരിക്കുന്നു. ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന ഭാഗ്യശാലി കുട്ടികളെ ഇന്ന് ബാബ് ദാദ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭാഗ്യവിധാതാവായ ബാബയും ശ്രേഷ്ഠ ഭാഗ്യശാലിയായ ഞാൻ ആത്മാവും മിലനം ചെയ്യുന്നു. ഇടയ്ക്കിടെ കുട്ടികളിൽ സൗഭാഗ്യത്തിൻ്റെ ലഹരിയും നിശ്ചയവും പ്രത്യക്ഷമാകുന്നതിനു പകരം അപ്രത്യക്ഷമാക്കി കളയുന്നു. ഇതും ഡ്രാമയാണ്. ഞാൻ സദാ ഭാഗ്യത്തിൻ്റെ സ്മൃതി സ്വരൂപമായിരിക്കുന്നു. ബാബ് സമാനമാക്കാനുള്ള ലക്ഷ്യം വെച്ചിരിക്കുന്നു. എന്നാൽ ലക്ഷ്യവും ലക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നു. ചിന്തിക്കുക, സങ്കല്പം വെക്കുക, പറയുക, വർണ്ണിക്കുക, പിന്നീട് കർമ്മത്തിൽ പ്രാക്ടിക്കലാക്കി കൊണ്ടുവരിക. ഈ മൂന്നിൻ്റെയും സമാനതയുടെ ബാലൻസ് കുറയുന്നു. അപ്പോൾ നിശ്ചയവും ലഹരിയും അപ്രത്യക്ഷമാകുന്നു. ഞാൻ പക്ഷേ എന്ന വാക്ക് ഇല്ലാതാക്കി ബാബ് സമാനം സമീപത്ത് വരുന്നു. സമയത്തെ സമീപം കൊണ്ടുവരുന്നു. ധാരണ പ്രാക്ടിക്കൽ രൂപത്തിൽ സദാ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ദ്വാപരം മുതൽ അന്തിമ ജന്മം വരെയും ഏതെല്ലാം അവഗുണങ്ങൾ അഥവാ ദുർബലതകളുണ്ടോ അതിൻ്റെ ധാരണ സംസ്കാരമായിരിക്കുന്നു. സംസ്കാരമായതിനാൽ വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
വിടാൻ സാധിക്കുന്നില്ല. സംസ്കാരം സഹജവും ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും പ്രാക്ടിക്കലിൽ വന്നുകൊണ്ടിരിക്കുന്നു. ക്രോധം അജ്ഞാനത്തിന്റെ ശക്തിയാണ്. ശാന്തിയും സഹനശക്തിയും ജ്ഞാനത്തിന്റെ ശക്തിയാണ്. അജ്ഞാനത്തിന്റെ ശക്തി ക്രോധത്തെ വളരെ നല്ല രീതിയിൽ സംസ്കാരമാക്കിയിരിക്കുകയാണ്. അതിനാൽ ബാപ്പ് ദാദ വീണ്ടും വീണ്ടും കേൾപ്പിക്കുന്നു, ഓരോ ഗുണത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തെ സംസ്കാരത്തിൽ ഉണ്ടാക്കൂ. ബ്രാഹ്മണ ആത്മാക്കളുടെ നിജസംസ്കാരം ശാന്തിയുടെ ശക്തിയും സഹനശക്തിയുമാണ്. ഈ ഗുണങ്ങളെ ഞാൻ സഹജമായി ഉള്ളിലുറപ്പിക്കുന്നു. എൻ്റെ നിജസംസ്കാരത്തെ ഞാൻ സദാ ഓർമ്മിക്കുന്നു. ഞാനിപ്പോൾ ബാബയുടെ ഖജനാക്കളെ എൻ്റെ സ്വന്തമാക്കുന്നു. നിശ്ചയത്തിൻ്റെ മഷിയോടെ ഹൃദയത്തിൽ ചേർക്കുന്നു. ബാബയ്ക്ക് എല്ലാ കുട്ടികളോടും പ്രതിജ്ഞയുണ്ട്. ഹൃദയം കൊണ്ട് ഒരു തവണയെങ്കിലും എൻ്റെ ബാബ എന്ന് പറയുകയാണെങ്കിൽ ബാബയും പറയുന്നു, ആരായാലും എങ്ങനെയായാലും എൻ്റേതാണ്, പ്രിയതമയായി കൂടെ കൊണ്ടുപോവുക തന്നെ വേണം. ബാബ കുട്ടികളിൽ പവിത്രതയുടെ വിശേഷത കാണുന്നു. 75% പാസ്സായിരിക്കുന്നു. പക്ഷേ ക്രോധം ജ്ഞാനിത്വ ആത്മാക്കളുടെ മഹാശത്രുവാണ്. ക്രോധം ബാബയുടെ പേരിന് ഗ്ലാനിയുണ്ടാക്കുന്നു. ക്രോധത്തിന്റെ സൂക്ഷ്മ സ്വരൂപങ്ങളിൽ അസൂയ, ദേഷ്യം, വെറുപ്പ് ഇവയുണ്ടാകുന്നു. ക്രോധി ഉള്ളിൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെയും കത്തിക്കുന്നു. ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ചിലയിടത്തൊക്കെ നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്ന്. നിയമം ആർക്കും കയ്യിലെടുക്കാൻ സാധ്യമല്ല. എന്നാൽ നിമിത്തമാണെങ്കിൽ ബാബയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തെ റിവൈസ് ചെയ്യാൻ കഴിയും. ഓരോ ഗുണത്തെയും നിജസ്വരൂപമാക്കാൻ ഞാൻ അടിവരയിടുന്നു. ശാന്തി സ്വരൂപത്തിൽ കഴിയുക, സഹനശീലരാകുക, ഇതെന്റെ സംസ്കാരമായിരിക്കുന്നു. പിന്നെ ബാപ്ദാദ മിലനം ആഘോഷിക്കുമ്പോൾ ഇതിനെ എൻ്റെ സംസ്കാരമായി ഞാൻ കാണിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു. ക്രോധത്തെ അവസാനിപ്പിക്കുമ്പോൾ ലോഭവും സ്വതവേ അവസാനിക്കുന്നു, അഹങ്കാരവും അവസാനിക്കുന്നു. ഇന്നു മുതൽ ഞാൻ എന്നെ നോക്കുന്നു, മറ്റുള്ളവരെ നോക്കുന്നില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ മനസ്സിന്റെ കണ്ണടക്കുന്നു, മനസ്സിനെ അന്തർമുഖിയാക്കുന്നു.
മഹാരഥികളുടെ തപസ്യ അവരുടെ വളരെ കാലത്തെ പുരുഷാർത്ഥത്തിൽ അവർക്ക് അധികം മാർക്ക് നൽകിച്ച് പാസ് വിത്ത് ഓണറാക്കുന്നു. ഞാൻ കാത്തിരുന്നു വഞ്ചിക്കപ്പെടും. രഥികളുടെ അടിത്തറയായ നിശ്ചയം അചഞ്ചലവും ഇളകാത്തതുമാണ്. ബാബ പറയുന്നു, നന്മകളുടെ മത്സരം നടത്തൂ, മോശമായതിൻ്റെ മത്സരം ചെയ്യാതിരിക്കൂ, ഇല്ലെങ്കിൽ വഞ്ചിക്കപ്പെടും. മഹാരഥികളുടെ നിശ്ചയം അചഞ്ചലവും ഇളകാത്തതുമാണ്. അതിൽ അവർക്ക് ആശീർവാദങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് അവരുടെ ദുർബലതകൾ കേൾക്കുന്നതിനു പകരം മനസ്സിന്റെ കണ്ണിനെ അടച്ചുവെക്കൂ. മനസ്സിനെ അന്തർമുഖിയാക്കി വെക്കുന്നു. ഞാൻ ബാബയുടെ വരദാനത്തെ എൻ്റെ സ്വരൂപമാക്കുന്നു. എല്ലാവർക്കും അമരജ്ഞാനം നൽകി അകാല മൃത്യുവിൻ്റെ ഭയത്തിൽ നിന്നും വിടുവിക്കുന്ന ശക്തിശാലി ആത്മാവായി ഭവിക്കൂ. അകാല മൃത്യുവിൻ്റെ ഭയത്തിൽ കഴിയുന്ന ആത്മാക്കളെ സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ കേൾപ്പിച്ച് ഭയത്തിൽ നിന്നും വിടുവിക്കുന്നു. അപ്പോൾ ബാബ എന്നെ 21 ജന്മങ്ങളിലേക്ക് രക്ഷിക്കുന്നു. ഓരോ ആത്മാവിനും അമരജ്ഞാനം നൽകി അമരനാക്കൂ. അതിലൂടെ അവർ ജന്മജന്മത്തേക്ക് അകാല മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഞാൻ സ്വന്തം ശാന്തിയുടെയും സുഖത്തിൻ്റെയും വൈബ്രേഷനിലൂടെ ആളുകൾക്ക് സുഖശാന്തിയുടെ ഭൂതി ചെയ്യിപ്പിക്കുന്നവരായ ശക്തിശാലി സേവാധാരിയാകുന്നു. ഓർമ്മയുടെയും സേവനത്തിൻ്റെയും സന്തുലനം വെക്കുന്നതിലൂടെ സർവരുടെയും ആശീർവാദം ലഭിക്കുന്നു. ഓം ശാന്തി.